വണ്ടാനം മെഡിക്കൽ കോളേജിലെ അതായത് ശസ്ത്രക്രിയയുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ കത്രിക കുടുങ്ങിയ സംഭവം അതാണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ ജോർജിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ കയറി പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഇതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണോ അതോ ഈ ഉദ്യോഗസ്ഥരാണോ എന്നുള്ള കാര്യം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി ശരിക്കും ഒരുപാട് വേട്ടയാടപ്പെട്ട ഒരു മന്ത്രിയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നേരിടേണ്ടി വരുന്ന ഒരു മന്ത്രി തന്നെയാണ്, മാധ്യമങ്ങളടക്കം. നമ്മൾ നോക്കേണ്ടത് വീണ ജോർജ് മന്ത്രിയായി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ഒരു ചാനലിന്റെ പ്രമുഖ ചാനലിന്റെ ഒരു ലോഞ്ചിങ് എല്ലാം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് വന്ന വാർത്ത ഇതാണ്: വീണ ജോർജ് ഒരു നിയമനത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീണ ജോർജിൻ്റെ PA ഉപയോഗിച്ചിട്ട് ആണ് കൈക്കൂലി മേടിച്ചിരിക്കുന്നത് എന്നടക്കം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പണം കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻ അധ്യാപകനായിരിക്കുന്ന ഒരു വ്യക്തി, റിട്ടയർഡ് അധ്യാപകൻ വന്ന് ഈ വിവരങ്ങൾ മാധ്യമത്തിൻ്റെ മുന്നിൽ തുറന്നു പറയുകയും അതിനെ തുടർന്ന് നിരവധി തവണ വേട്ടയാടുകയും അതിനകത്ത് പിന്നീട് കഴമ്പില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്യും. ഇതേ അധ്യാപകൻ തന്നെ തനിക്ക് ഓർമ്മക്കുറവാണ്, കണ്ണിന് കാഴ്ചക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി രക്ഷപ്പെട്ടു പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അന്ന് മുതൽ തന്നെ എന്തോ ഒരു പ്രത്യേക വൈരാഗ്യമുള്ളതുപോലെയാണ് പത്തനംതിട്ടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും. അവർ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് തവണ വേട്ടയാടപ്പെട്ട് കഴിഞ്ഞു ഓരോ ചെറിയ കാര്യങ്ങളിലും. ഇപ്പം നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു. എന്താണ് ഈ അടിയന്തര ഘട്ടത്തിൽ സർക്കാർ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആ ദിവസം തന്നെ എടുക്കേണ്ട നടപടി എന്താണ്? ആ നടപടി വളരെ കൃത്യമായി അതിന് ഉത്തരവാദിയായ ഡോക്ടർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു. അവർക്ക് സമാശ്വാസം എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ ഒരു 2 ലക്ഷം രൂപ അവർക്ക് അനുവദിച്ചുകൊണ്ട് മന്ത്രിസഭാ യോഗം അനുവദിക്കുന്നു. അങ്ങനെ തുടങ്ങി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സസ്പെൻഷനായി. ഇപ്പം പോലീസ് FIR ഇട്ടു ആ കേസിൽ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും അവരുടെ സർജറി ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോയ ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് റീത്ത് വെക്കുന്നു. എന്താണ് യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കണം. ഒരാളെ നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരാളെ നമ്മൾ കാണാൻ പോകുന്ന റീത്തുമായിട്ടല്ല, അത് ബൊക്കെയായിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹത്തോടു കൂടി പ്രതിഷേധിക്കാൻ പോയാലും നമ്മൾ ഒന്നുകിൽ കൈ കല്ല് കരുതും അല്ലെങ്കിൽ കൊടിയുമായിട്ടാണ് പോകുന്നത്. അതൊരു പ്രതിഷേധമാണ്. അപ്പം റീത്ത് വെക്കുന്നത് എപ്പോഴാണ്? കൊല്ലും എന്നുള്ള ഒരു ഭീഷണിയാണ് അതിന്റെ പിന്നിലുള്ളത്. അതായത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിരളി പിടിക്കൽ ഇക്കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊരു വിഷയം വന്നാലും വീണ ജോർജിന് പോകുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കുക, വണ്ടി തടയുക. ഒടുവിൽ വീണ ജോർജിന് പൊതുരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ എന്താണ് ഞാൻ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്? മാധ്യമപ്രവർത്തകരുടെ മുമ്പിലും വീണ ജോർജ് ഇപ്പോൾ ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം, അത് പറയുക. വീണ ജോർജ് രാജിവെച്ച പ്രശ്നം തീരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2021 നടന്ന ഒരു സർജറി, ഈ സർജറിയിലുണ്ടായ പിഴവ്, ആ പിഴവ് നടത്തിയിരിക്കുന്നത് അന്ന് സർജറി ചെയ്ത വീണ ജോർജോ അല്ലെങ്കിൽ ശൈല ടീച്ചറോ ആണോ? അല്ല, ഇവർ രണ്ടുപേരും അല്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പോയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി സർജറി നടത്തിയിട്ട് മനഃപൂർവ്വമായി ഒരു യുവതിയുടെ വയറ്റിനുള്ളിലേക്ക് കത്രിക തിരികെ കയറ്റിയത് ആണോ? അല്ല. അപ്പോൾ അവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു. ആ ഡോക്ടർമാർ വേണ്ട രീതിയിൽ ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കി ഒരു ആദ്യമഘട്ടത്തിൽ ചെയ്യേണ്ടത് അവർക്ക് സസ്പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് മെഡിക്കൽ ബോർഡിന്റെ കൃത്യമായ അന്വേഷണം വേണം. മെഡിക്കൽ ഡയറക്ടറുടെ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണത്തിൽ ഇന്ന ആൾക്കാർ കുറ്റക്കാരാണെന്നുള്ള തെളിയുന്നതിന് മുൻപ് തന്നെ അവർക്കെതിരെ നടപടിയെടുത്തു. കുറ്റാരോപിതരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ വ്യക്തികൾക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അന്ന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരടക്കം അവർക്ക് നടപടി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ചികിത്സാ ചെലവുകൾക്ക് അടക്കമുള്ള ഒരു തുക എന്നുള്ള നിലയിൽ, ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 2 ലക്ഷം രൂപ അനുവദിക്കുന്നു. അവർക്ക് നഷ്ടപരിഹാരം വേറെ കൊടുക്കും. ഇത് നമ്മളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആരാണ് കുറ്റക്കാർ? ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീണ് കിട്ടിയ ചാൻസ് എന്ന് പറയാം. അതായത്
കേരളത്തിലെ മെഡിക്കൽ രംഗം അല്ലെങ്കിൽ ആരോഗ്യരംഗം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറയുന്ന മെഡിക്കൽ രംഗം ആകപ്പാടെ പ്രതിസന്ധിയിലാണ്. അവിടെ മരുന്നില്ല, രോഗികൾക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് തുടങ്ങിയ ചില പ്രവണതകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പറ്റിയ ഒരു അവസരം അവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ കൊണ്ട് അവരുടെ വീട്ടിൽ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ഇവരെല്ലാം അടങ്ങുന്ന ഒരു വീട്ടിലാണ് കൊണ്ടുവന്നിട്ട് റീത്ത് വയ്ക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല. എന്നാ പറയും, ഇതിനു മുമ്പ് പയ്യന്നൂർ സംഭവത്തിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ചില്ലേ എന്ന് ചോദിക്കും. അതെന്താണ്? അത് രാഷ്ട്രീയമാണ്, അത് പൊളിറ്റിക്സ് ആണ് ശരിക്കും നടന്നത്. അവിടെ ഒരു നടപടികൾ വൈകുന്നതിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒറ്റുകാരൻ അവിടെ നിന്നുകൊണ്ട് ഒറ്റിയതിന്റെ ഫലമാണ്. പയ്യന്നൂർ സംഭവമായിട്ട് ഒരിക്കലും ഇതിനെ കൂട്ടിക്കെട്ടാൻ കഴിയില്ല. പയ്യന്നൂർ സംഭവമായിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടാൻ കഴിയും? ഇവിടെ മൂന്നാമതൊരാൾ ചെയ്ത തെറ്റിന്, അതായത് സ്വന്തം വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഡോക്ടർ ആണെങ്കിലും അത് മൂന്നാമതൊരു വ്യക്തിയാണ്. ആ മൂന്നാമതൊരു വ്യക്തി ചെയ്ത തെറ്റിന് എന്തിനാണ് വീണ ജോർജിനെ ക്രൂശിക്കുന്നത്? ഇത്രയും ദിവസം വീണ ജോർജ് ഇതുവരെയുള്ള നടപടിക്രമങ്ങളെല്ലാം വളരെ സുതാര്യമായി തന്നെ അവരെ പുറത്താക്കുന്ന അടക്കമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചു. വീണ ജോർജ് എന്താ ചെയ്യേണ്ടത്? ആ ഡോക്ടർമാരെ പിടിച്ചിട്ട് ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിട്ട് അവരുടെ വയറ്റിൽ കത്രി വെച്ച് തുന്നി കെട്ടണമായിരുന്നു. അതാണോ വീണ ജോർജ് ചെയ്യേണ്ടിയിരുന്നത്? അതായിരിക്കും അവരുടെ ആവശ്യം. അതാണോ ചെയ്യേണ്ടിയിരുന്നത്? അല്ല ഇതെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീണ ജോർജ് രാജിവെച്ച് പോകണം. അപ്പൊ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ആര് മുന്നോട്ട് കൊണ്ടുപോകും? വീണ ജോർജ് രാജിവെക്കുകയാണെന്ന് വെച്ചു. ഇപ്പൊ എന്താണ്, ഇവിടെ നടപടി എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ നടപടി എടുത്ത സാഹചര്യത്തിൽ വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകും. ഞാൻ ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുന്നു. അങ്ങനെ പോയാൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഇവരെന്തെങ്കിലും ചെയ്യുമോ? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വി ഡി സതീശൻ നാളെ മുതൽ എങ്കിൽ ഒരു കാര്യം, വീണ ജോർജ് പോയില്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന് കയറി ഇരുന്ന് ഡോക്ടർമാരെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, UDF-ന്റെ ഭരണകാലം. നമ്മൾ ആലോചിക്കണം. ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മൃതശരീരത്തിനോടൊപ്പം ഒരു രോഗിയെ കിടത്തി ചികിത്സിച്ച ഒരു കാലം ഉണ്ടായിരുന്നേ. മൃതദേഹം കിടക്കുന്നു ഒരു കട്ടിലിൽ, അതിൽ തന്നെ വേറൊരു രോഗിയെ കിടത്തിക്കൊണ്ട് രോഗിയെ ചികിത്സിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു മൃതദേഹവും ഒരു രോഗിയും, ഇത് രണ്ടുകൂടാണ് ഒരു ബെഡ് ഷെയർ ചെയ്തത്. ആ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്. സീരിയസ് ആയിട്ട് പറയാണ്, അതിശയോക്തി ഒട്ടുമില്ലാതെ പറയുക. ഇതിനേക്കാൾ അപ്പുറം രോഗികൾ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് പാവപ്പെട്ടവർ കഴിഞ്ഞുകൂടിയ ജനറൽ ഹോസ്പിറ്റലിന്റെ ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്. മെഡിക്കൽ കോളേജുകളുടെ ചരിത്രമുണ്ട്. വൃത്തിയുള്ള ഒരു സ്പേസ് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു കാലം മാറി, ഇന്ന് വൃത്തി വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ മനസ്സുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ തിരുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എല്ലാ പിടിവള്ളി അഴിഞ്ഞു നിൽക്കുകയാണെന്നേ. എല്ലാ യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ത്രെഡും കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊടുന്നതൊന്നും അങ്ങോട്ട് എഫക്റ്റീവ് ആവുന്നില്ല. അതായത് വി ഡി സതീശൻ ഈ നാൾക്ക് നാൾ ഓരോ ഇടത്തും പോയിട്ട് ഈ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കള്ളങ്ങൾ, അതുകൊണ്ട് മാത്രമല്ല അതിന് മുൻപ് തന്നെ വി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങളെല്ലാം നുണക്കൊട്ടാരമാണ് എന്ന് കൃത്യമായി പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ. എസ്പെഷ്യലി ഈ പറയുന്ന CPM-ന്റെ സൈബർ സഖാക്കന്മാർ, അവർ കൃത്യമായി അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും വി ഡി ശരിക്കും പറഞ്ഞ നുണ മെഷീൻ എന്ന് പറയുന്ന സാധനം വി ഡി സതീശന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു വിട്ടിട്ട് വി ഡി സതീശനെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വി ഡി സതീശൻ മരിച്ചു പോയനെ. എന്ന് വെച്ചാൽ ഈ നുണ മെഷീൻ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്ന് പറയുന്നൊരു വാർത്ത, വിചിത്രമായ ഒരു വാർത്ത നമ്മുടെ കേരളത്തിന് കേൾക്കേണ്ടി വന്നേനെ. അത്രയ്ക്ക് വലിയ നുണകളാണ് ഈ വി ഡി സതീശൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുന്ന സാധനമാണെങ്കിൽ ഡെയിലി ഓരോന്ന് മേടിച്ചു കൊടുക്കേണ്ടി വരും. കാര്യം അതിന് താങ്ങാൻ പറ്റുന്ന ഒരു നുണ മെഷീൻ കണ്ടുപിടിക്കുന്ന ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അതിന് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കും. ഡെയിലി 2-3 ഒക്കെ ഒരു ദിവസം വി ഡി സതീശൻ ഉപയോഗിക്കേണ്ടി വന്നത്. അത്രത്തോളം കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DYFI-ക്കാർ ഒരു ചലഞ്ച്, ഒരു മത്സരം നടത്തി. മഹാരാജ് കോളേജിൽ ഒരു പയ്യൻ വിജയിച്ചു. അതിനകത്ത് എന്നുവെച്ചാൽ വി ഡി സതീശൻ പറഞ്ഞ നുണകൾ പറഞ്ഞുകൊണ്ടുള്ള മത്സരം. അതായത് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ സതീശൻ പറഞ്ഞിട്ടുള്ള നുണകൾ അതിന് സമ്മാനവും കൊടുത്തിട്ടുണ്ട് DYFI-ക്കാർ. അത് മഹാരാഷ്ട്രയിലെ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ പോവുക. അപ്പോൾ അങ്ങനെ സതീശൻ പറഞ്ഞ 11 നുണകൾ പറഞ്ഞ ഒരു പയ്യനാണ് അതിനകത്തിലെ വിജയിയായിട്ട് മാറിയത്. ഇനി കേരളത്തിന്റെ പല ക്യാമ്പസുകളിൽ ഇത് കാണും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. സതീശന്റെ മന്ത്രിസഭയിൽ ഒരു ആരോഗ്യമന്ത്രി വരുന്ന കാര്യം എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പോൾ എന്നിട്ട് സതീശൻ പറഞ്ഞു, ഞാനെങ്ങും അല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെക്കാൻ.
എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സതീശൻ പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ സതീശൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പോയിട്ട് റീത്ത് വെക്കുന്നത്? എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? നടപടി എടുത്തിട്ടില്ല. ഒരു ഒരു എന്താ പറയുക, ഉരിയാടാത്ത ഒരു നയമാണ് വീണ ജോർജ് സ്വീകരിച്ചിരുന്നതെങ്കിൽ, ഒരു പ്രവർത്തനവുമില്ലാതെ നിരുത്തരവാദപരമായ ഒരു സമീപനമായിരുന്നു വീണ ജോർജ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന സമരത്തിന് അർത്ഥമുണ്ടായിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമ്മളും പറഞ്ഞേനെ സമരം നന്നായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞേനെ. പക്ഷേ നടപടിയെടുത്തു. അവരുടെ സർജറി, അമൃത ഹോസ്പിറ്റലിൽ അവരുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള വഹിക്കാമെന്ന് സർക്കാർ പറയുകയും ചെയ്തു. ഇനിയും അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇനി ഡയറക്റ്റ് വീണ ജോർജിന് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മീൻസ് വീണ ജോർജ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന ആൾക്കാർക്ക് ഇത്ര വർഷം തടവ്, ലളിതാംബിക്ക്, ഡോക്ടർ ലളിതാംബിക്ക് ഇത്ര, അതുപോലെ ഷാഹിദയ്ക്ക് ഇത്ര നാള് തടവ് എന്നും പറഞ്ഞുകൊണ്ട് വീണ ജോർജ് ഇന്ന് തന്നെ പത്രക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് എഴുതി കൊടുക്കണമായിരുന്നു. തടവ് ശിക്ഷ വീണ ജോർജ് വിധിക്കണമായിരുന്നു. വീണ ജോർജ് മന്ത്രി മാത്രമാണ്. വീണ ജോർജ് ഒരു മന്ത്രിയാണ്, അവർ ജഡ്ജല്ല. അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു കോടതി നടത്തുന്നൊന്നുമില്ല. ആറന്മുളയിൽ അവരുടെ വീട്ടിൽ കോടതിയൊന്നുമില്ല. അപ്പം വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇത് പിന്നെ പ്രഹസനം, എങ്ങനെയെങ്കിലും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുക. കണ്ടില്ലേ ആ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരെ കണ്ടില്ലേ, അവരത്ര ഗംഭീരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ കണ്ടില്ലേ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ സ്പോട്ടിൽ ഇറങ്ങി പ്രതികരിച്ചില്ലേ എന്ന് ഒരു ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി നടത്തുന്ന വെറുതെയുള്ള ശ്രമം. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും 2 യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് കരുതുന്ന കുറെ മോഴകളാണ് സത്യത്തിൽ അതിനകത്തുള്ളത്. പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ലാത്ത ആൾക്കാരാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഏതെങ്കിലും ഒരു സമരം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഘടനയാണോ ഈ യൂത്ത് കോൺഗ്രസ്? ഇവിടെ വേറെ എന്തെല്ലാം വിഷയം നടന്നിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ ഒരു എന്താ പറയുക, ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുള്ള സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഒരു ചെറുവിരൽ. ഈ പറയുന്ന പോലെ കരിങ്കൊടി മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്ന പോലുമില്ല. മുഖ്യമന്ത്രിയുടെ വണ്ടി 100 പറക്കുന്ന സമയത്താണ് കരിങ്കുടിയും പൊക്കി പിടിച്ചോണ്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നത്. ഈ കരിങ്കുടി പൊക്കി കാണിക്കുന്ന പരിപാടിയല്ലാതെ ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ലല്ലോ. അല്ലെ, കരിങ്കുടി പൊക്കി കാണിക്കുന്ന പണി അല്ലാതെ വേറെ എന്താ ഇവർക്ക് അറിയാവുന്നത്? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പുതിയ രീതിയാണ് റീത്ത് വെക്കുക. സത്യം പറഞ്ഞ് വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന്റെ പേരിൽ ഇവർക്കൊരു കേസെടുക്കണം, ഭവനഭേദനത്തിന് കേസെടുക്കണം. സത്യം പറഞ്ഞ ക്രിമിനൽ ഒഫൻസാ, അതെടുക്കണം. കാര്യം അവര് കാണിച്ച അമ്മാര് തോന്നിയ ദിവസം മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് വെക്കുന്നേ. അവരുടെ വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ കയറിയിട്ടാണ് അവന്മാര് തോന്നിയ ദിവസം കാണിക്കേണ്ടത്? ഇതാണോ ഇവർ കാണിക്കേണ്ട പരിപാടി? യൂത്ത് കോൺഗ്രസ് അകാര്യ ശരി ഇതാണോ കാണിക്കേണ്ടത്? അല്ല, അതൊന്നും അല്ല ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ സമരത്തെ സമരമായി കാണുക, അല്ലെങ്കിൽ സമരം ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം സമരം ചെയ്യുക. ഇതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട് റോഡ് നീള കരിങ്കുടിയും കൊണ്ട് നിന്നോളൂ. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം, റോഡ് നീള കരിങ്കുടി കാണാം. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കാണിക്കാൻ വേണ്ടി കരിങ്കുടി 2-3 ദിവസം അവർക്ക് ഇട്ട് പോയിക്കാൻ കിട്ടിയ ഒരു കാരണമാണ്. അത്രേ ഉള്ളൂ. ജനം തിരിച്ചറിയുന്നേ. ജനത്തിന് ഇതിനെ സംബന്ധിച്ച് ബോധമൊക്കെ ഉണ്ട്. ഇവർ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരത്തെ കുറിച്ച്. വെറും കോമാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇങ്ങനെയാണെങ്കിൽ ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇത് ചോദിക്കണ്ടേ? നമ്മുടെ വയനാട് ഫണ്ട് അവർ കൊടുത്ത് പറ്റിച്ചല്ലേ, ജനത്തെ പറ്റിക്കുകയല്ലേ ചെയ്തേ? സത്യം പറഞ്ഞ ജനത്തെ പറ്റിക്കുക ചെയ്തേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര കോടി രൂപ, 1 കോടി 5 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു എന്നും പറഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് അതിൻ്റെ പേരും എമൗണ്ടും എഴുതിയിട്ട് ചെക്കിൻ്റെ ഇതനുസരിച്ച് പ്രിന്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി 5 ലക്ഷം രൂപ കൊടുത്തു എന്നായോ? ഇല്ല, മണ്ടത്തരമാണ്. അതൊക്കെ പറ്റിക്കുകയാണ്, ജനത്തെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ പുറത്തേക്ക് വിടാത്തത്? അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അവർക്കിപ്പോൾ തൽക്കാലം മുഖരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വയനാട് ഫണ്ട് തട്ടിപ്പ് അത് വീണ്ടും ഉയർന്നു വരാതിരിക്കും. ഇപ്പോൾ 25-ാം തീയതി വീട് തറക്കല്ലിടുന്നൊക്കെ പറഞ്ഞു, 26-ാം തീയതി. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുന്നിൽ ഇവരുടെ ചോദ്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ കാണിക്കാൻ താൽക്കാലിക സമീപനം. വീണ ജോർജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.